നമുക്ക് രണ്ട് മുഖ്യമന്ത്രിമാരെ താരതമ്യപ്പെടുത്തുമ്പോൾ, അവരുടെ പ്രവർത്തനങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ തട്ട് താണ് തന്നെ ഇരിക്കുന്നത് അദ്ദേഹം ജനങ്ങളോട്, ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് പുലർത്തിയിട്ടുള്ള ഗാഠമായ ബന്ധവും സ്നേഹവും ആ സ്നേഹത്തിന്റെ ഊഷ്മളതയും ഉണ്ടാവും. ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോ കോൺഗ്രസ് പോലെ ഒരു പാർട്ടി അങ്ങനെ കേഡർ പാർട്ടി ഒന്നുമല്ല. ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോ അവിടെ കൂടിയ ജനലക്ഷങ്ങൾ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരെന്ന് വിതുപ്പിക്കരയുകയായിരുന്നു. ജാതി രാഷ്ട്രീയ മതഭേദമന്യേ കേരളത്തിലെ കോടിക്കണക്കിന് 4 കോടി മലയാളികളിൽ കണ്ണിൽ നിന്ന് ഒരല്പം കണ്ണുനീര് വരാത്ത ഒരു മനുഷ്യൻ പോലും അത് കേരളത്തിൽ ബാക്കിയുണ്ടല്ല. അവരെല്ലാവരും പുതുപ്പള്ളിയിലേക്ക് അന്ന് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പുതുപ്പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടുണ്ടെങ്കിൽ, പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി ഒരു വിശുദ്ധനായിട്ട് ജനങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ട പതിതരായിട്ടുള്ള ഏറ്റവും കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക്, അവർക്ക് ആരോഗ്യമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറയുന്നത് പോലെ അവരുടെ ഏറ്റവും പ്രയാസമേറിയ ജീവിത സാഹചര്യത്തിൽ അവർക്ക് ആശ്വാസമായി ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി മാറിയത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വിശുദ്ധന്റെ സ്ഥാനം കിട്ടിയത്. അതിൽ എന്തിനാണ് രാഷ്ട്രീയമായിട്ട് ചിലർക്കിങ്ങനെ അസൂയ തോന്നുന്നത്?